തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. എവിടെ പോണ്? ആര്? ചേട്ടൻ. അയ്യോ, എവിടെ പോണ്? ഞാൻ എവിടെ പോണില്ല. മുണ്ട് കുറി എവിടെയോ പോവാൻ ഇറങ്ങിയതല്ലേ? ഞാൻ ഇവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞ് വന്നേ. ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലോ. മല്ലിൻ അമ്മായിയാ? ഞാൻ മല്ലിൻ അമ്മായി ഒന്നും കാണാൻ പോവില്ല. സത്യം പറ. സംഭവം ഒന്നുമില്ല. ഞാൻ അമ്പലത്തിൽ പോയി. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്നപ്പോ ഡ്രസ്സ് മാറാൻ മടി. അപ്പൊ അത് കാരണം ഇവിടെ ഇങ്ങനെ ഇരുന്നത്. വേറൊന്നുമില്ല. സത്യം പറയട്ടാ. തന്നെടി ഭയങ്കര ചൂടല്ലേ? പറ. ചൂട്. ഞാൻ എന്ത് പറയേ? നിങ്ങൾ എവിടെ പോണു? ഞങ്ങൾ എവിടെയും പോകുന്നില്ല. കേസു, നീ പോലെയാ? അവിടെ പോവാൻ കരയാൻറ്റി. എന്നടാ ഇത്? ലേറ്റാണ് മുഹൂർത്തം മുടിയ പോർത്ത്. മുഹൂർത്തം അത് പിന്നെ എവിടെ ആണെങ്കിലും നമ്മൾ ഈ പോണ സ്ഥലത്ത് ഇങ്ങനെ ലേറ്റായി പോയി കഴിഞ്ഞാല് മുഹൂർത്തം മുടങ്ങുമല്ലോ. കനകാൻറ്റി, ഈയിടയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങള് ഇതേപോലെ നേരത്തെ ഒരു കല്യാണം ഞാൻ കൂടാൻ വേണ്ടി പോയി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. അതിവിടെ നടന്ന എവിടെന്ന് വെച്ചാല് നമ്മളിവിടെ അപ്പുറം വരെ പാലരട്ടില്ലേ, അവിടെ ആയിരുന്നു മണ്ഡപം. പിന്നെ അഞ്ചുവന ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കെട്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാരെയും വിളിച്ചു വരുത്തി. ചെറുക്കനാണെങ്കിൽ കോട്ടയംകാരൻ്റെ ആയിരുന്നു. പുള്ളി പറഞ്ഞ വഴിക്ക് ഇവിടെ ഏതോ ഒരു ബ്ലോക്കിൽ കിടന്ന് കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ, എത്രയോ നേരം അവിടെ മണിക്കൂറുകളോളം കിടന്ന് മുഹൂർത്തം മുടങ്ങി. അയ്യോ, അപ്പൊ കല്യാണം നടക്കலையா? മുഹൂർത്തം തെറ്റിന്ന് പറഞ്ഞ കല്യാണം നടക്കായി. കല്യാണമൊക്കെ ആണ് പ്രശ്നോ. പ്രശ്നയാ? എന്ന പ്രശ്ന? അത് പിന്നെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമൊക്കെ പ്രശ്നം വരുമല്ലോ. അങ്ങനെ എടാ, സംസാരം നടക്കുന്നെങ്കിൽ നടക്കട്ടെ. നീ പോകാൻ നോക്ക്. കല്യാണത്തിന് പോയ കാര്യം അമ്മൂമ്മ നമ്മളിവിടെ പറഞ്ഞോണ്ടിരുന്നേ. എവിടെ? കല്യാണത്തിന് ഞാൻ കഴിഞ്ഞ മാസം പോയില്ലേ. നീ ഇപ്പൊ കല്യാണത്തിന് പോകുന്ന കാര്യമല്ലോടാ പറഞ്ഞേ? അല്ല, ഞാൻ കഴിഞ്ഞ മാസം ഒരു കല്യാണത്തിന് പോയില്ലേ. അപ്പൊ ആ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കല്യാണത്തിന് ഞാൻ ഇപ്പൊ അങ്ങനെ പോവും. ഈ കൊച്ചിത് എന്തൊക്കെയായി പറയുന്നേ? ஐயோ, எனக்கு சுத்தமா ஒண்ணுமே புரியல. என்ன சொல்லிட்டு இருக்கீங்க? ഇനി പുരിയാനൊന്നും ഇല്ല. ഞങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാനൊക്കെ പറയുക. മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനൊക്കെ പറയുന്നു. ഈ പിള്ളേർക്ക് എന്തോ പറ്റി? അവരെങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന അമ്മൂമ്മ ഒന്നും മനസ്സിലാവണ്ട. ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവണ്ടേ. പോണില്ലേ? എടാ, കല്യാണത്തിന് പോണില്ലേന്ന്? അത് തന്നെ ഞാൻ ചോദിച്ചത്. അപ്പൊ വാലും തലയില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാന്നേ. പോണില്ലേ? ഞാൻ ഏത് കല്യാണത്തിന് പോണെന്ന് അമ്മൂമ്മ എന്താ ഈ പറയുന്നേ? അമ്മായി എന്താ ഈ പറയുന്നേ? എനിക്ക് അങ്ങനെ കല്യാണത്തിന് പോവാൻ പറ്റുമോ? ഓ, അങ്ങനെ. അപ്പൊ നീ കല്യാണത്തിന് പോണില്ല? അതായത് പാർവ്വ സംഭവിച്ച എന്താന്ന് വെച്ചാല്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എന്നെ വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ വരണില്ല. അപ്പൊ എനിക്കങ്ങനെ പോവാൻ പറ്റുമോ? അവൻ ഇല്ലാതെ എങ്ങനെ പോകും ഞാൻ? അതുകൊണ്ട് ഞാൻ പോണില്ല. ഏത് കൂട്ടുകാരൻ വിളിച്ചു? എപ്പോ വിളിച്ചു? നേരത്തെ വിളിച്ചമ്മ. ഞാൻ കിച്ചണിൽ ഇരിക്കുമ്പോൾ യാരും കൂപ്പിടില്ലേ? കിച്ചണിൽ ഇറങ്ങുമ്പോ വിളിക്കാലോ. വിളിച്ചില്ലല്ലോ. കിച്ചണിന്ന് ഇറങ്ങിക്കൊണ്ട് വരുന്ന വഴിക്ക് വിളിക്കാലോ. വിളിച്ചില്ല. വിളിച്ച് ഇല്ലല്ലോ. എന്നാ ഇല്ല. എന്തായാലും കേശു കയ്യിന്ന് പോയി. കൂട്ടുകാരന്റെ ചേച്ചിയുടെ കല്യാണമല്ലേ, പോയിട്ട് വാ. ഞാൻ അവിടെ പോയിട്ട് വരാം. എനിക്കൊരു മൂടില്ല. ഞാൻ പോകുന്നു. ഞങ്ങള് കൂടെ വരുമെന്നുള്ള പേടിയല്ലേ ചേട്ടന്? എല്ലാവർക്കും ബുദ്ധിയില്ലാന്ന വിചാരം. അതെ,
ഞാൻ എവിടെ പോണില്ല. ഇനിയിപ്പോ ഒന്നാമത്തെ 11:30 കല്യാണം. ഇനി ഞാൻ ഇവിടുന്ന് പോയി 11:30 ആകുമ്പോഴത്തേനെ അവിടെ എത്തി. വെയിലും അത് ഇത് മറ്റവൻ വരത്തൂല്ല. ബസ്സും വിളിച്ച് അവിടെ പോണം. പിന്നെ സദ്യ കഴിയെന്ന് പറഞ്ഞ് അവര് കിടന്ന് നിർബന്ധിക്കുക. അത് കഴിച്ച് പിന്നെ ക്ഷീണോ. അയ്യോ എനിക്ക് വയ്യേ. ഞാൻ ദാ ഇവിടെ കിടക്കണേ. എവിടെങ്കിലും സദ്യ ഉണ്ടെന്ന് അറിയുമ്പോ തുള്ളിച്ചാടി പോകുന്ന ചേട്ടനാ. പിന്നെ സദ്യ ഇല്ല മാമ ഇപ്പൊ വരണില്ല. മാമൻ പോണില്ല. അതുകൊണ്ട് മാമൻ ദാ ഇവിടെ കിടക്കണ്. എന്തിന് മാമൻ പോണില്ലടാ. അതുകൊണ്ട് മാമൻ ദാ ഇവിടെ കിടക്കണ്. ഇല്ല പോടി. കല്യാണത്തിന് ഞാൻ പോണില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞേ? കള്ളം പറഞ്ഞല്ല. വെച്ചൊരു കൊച്ചു എന്നാട്ടോ. നിങ്ങളെന്താ ഇവിടെ നിന്റെ അടുത്തൊക്കെ റോട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ കയറി പോച്ചല്ലേ? ഞങ്ങൾക്ക് അറിയായിരുന്നു ചേട്ടൻ ഇതുവഴി വരുമെന്ന്. അത് നിനക്കൊക്കെ എങ്ങനെ അറിയാ? ഞാൻ അത്തോടെ ഉറങ്ങുമല്ലായിരുന്നോ? കല്യാണത്തിനാ? ഏത് കല്യാണത്തിന്? അല്ല ഇനിയിപ്പൊ ഞാൻ കല്യാണത്തിന് പോവാണെങ്കിലും ഞങ്ങളാ? ഏത് ഞങ്ങളാണോ ആവോ? നീയും പാറക്കുഞ്ഞയോ? അയ്യോ പാറക്കുഞ്ഞെ മാത്രം ആക്കണ്ടാ. നിന്റെ അമ്മൂമ്മയും അമ്മയും കുഞ്ഞമ്മയും എല്ലാരെയും വിളി. നമുക്ക് ഒരുമിച്ച് പോവാ. വണ്ടി വിളിച്ചിട്ടേ എന്നിട്ട് പോണ വഴിക്ക് ഏതെങ്കിലും കല്യാണം വീട് കാണും. അവിടെ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. മതിയോ? ചേട്ടൻ ഇവിടുന്ന് പോവാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിട്ട് പോയാൽ മതി. ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നില്ല. ഇവിടെ ഒന്നാമത് തലവേന എടുത്ത് തലയും കുത്തിക്കുക. ഡേയ് ഇവിടെ നീ നിന്റെ അമ്മയെ പോലെ നാക്ക് നീണ്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. തൂക്കിയെടുത്ത് കറക്കി എറിയും ഞാൻ കേട്ടാ. എന്താ എനക്കൊക്കെ പ്രശ്നം? എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോണില്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി? മകളെ സത്യം പറയല്ലേ, ഇനിയിപ്പൊ നീ നേരത്തെ അടുത്തും പറയാൻ നിൽക്കണ്ട. നീ ഇവിടെ മെർലിൻ ചേച്ചി ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേ. കണ്ടില്ല അവള് വരും. പിന്നെ വിളിച്ചു നോക്കി. വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അവള് വരും. നിങ്ങളൊരു കാര്യം ചെയ്യും മക്കളെ. ചെല്ലല്ലേ ആ തീരെ കേട്ടാ. ചെല്ല് രണ്ട് വെച്ച് കല്ലു പോലെ രണ്ട്. ഇല്ല ശരി പറഞ്ഞേ കള്ളമാണ്. പ്രശ്നം കഴിഞ്ഞല്ല. ഞങ്ങളെയും കൊണ്ടുപോകണം. വീട്ടിൽ കയറി. ഞാൻ പോയാലല്ലേ നീയൊക്കെ എന്റെ കൂടെ വരുള്ളൂ. ഞാൻ പോണില്ല. പ്രശ്നം കഴിഞ്ഞല്ലേ. നടാ ഇവിടെ നടാ. രണ്ടിനടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക. രണ്ടിനടുത്ത് വാ നടാ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോ ഞങ്ങളും പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് വരണത് എനിക്ക് അത്ര ഇങ്ങോട്ട് പിടിക്കില്ല. പിന്നെ നീ വരണ്ട. കാരണം ഞാൻ പോണില്ല. ഞാൻ പോവില്ല. ഞാൻ പോകുന്നില്ല. ഇല്ല ഇത് നീയൊക്കെ കൊറേ തുടങ്ങിയിട്ട് നിനക്കൊരു വലിയൊരു ചൂറിൽ മേടിച്ചാ വെക്കും. നിനക്ക് ഒലക്കേ. എന്റെ പൊന്നളിയ ഒരു രക്ഷയില്ലടാ. ഞാൻ ഇവിടെ പഠിച്ച പണി 18 നോക്കണം. എടാ ഞാൻ ഈ വരാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുമ്പോ ആ കുരിപ്പോണ് രണ്ടും കൂടെ വന്നിട്ട് പായം തള്ളാൻ എടുത്തിട്ട് എന്റെ കൂടെ വരാൻ നിൽക്കാണ്. ഞാൻ പിന്നെ അങ്ങനെ ഇറങ്ങും. ഞാൻ വരെ 11:30 മുഹൂർത്തം. എല്ലാരും എത്തിയാ? ഞാൻ വരാം. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ. ഓ ഏത് സമയത്ത് ഇറങ്ങാനും പറ്റാൻ എന്താ ഫ്രണ്ട്സ് കിടന്ന് വിളിച്ചോണ്ടിരിക്കണം. അമ്മ ഇത് പോയായിരുന്നെങ്കിൽ മതിയായിരുന്നു. നിങ്ങൾ സമ്മതിക്കില്ലല്ലേ. എടാ നീ ഒരു കാര്യം ചെയ്യ്, എവിടെയെങ്കിലും ഒളിച്ചിരി. സമയം കിട്ടുമ്പോ ഇറങ്ങി പോ. ഞാൻ അത് 2-3 ട്രൈ ചെയ്ത്
ഞാൻ ഇറങ്ങി പോകുമ്പോ അതുങ്ങൾ വന്നാ ഗേറ്റിന് ഇവിടെ നിൽക്കുകയാണ്. ആ ഗേറ്റിൽ കൂടെ അല്ലേ നമുക്ക് പോകാൻ പറ്റൂ. അതാണ് വിഷയം. ഞാൻ ഒരു ഐഡിയ പറഞ്ഞേർത്താ. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ഒളിച്ചിരി, ഞാൻ അവരെ കൊണ്ട് അകത്തിരുത്താം. നീ ഇറങ്ങിയതിന് ശേഷം അവരെ പുറത്തോട്ട് ഇറക്കിയാ പോരെ? വരാൻ തരും, ഞാൻ അവരെ മാറ്റി തരാം. ആ കാര്യം ഞാൻ ഏറ്റ്. ഉറപ്പാണോ? ഉറപ്പ്. സത്യം കിട്ടും? സത്യം. പെട്ടെന്ന് വിട്ടു, ഞാൻ വിളിച്ചിരിക്കും. എന്തായി മക്കളെ ഇങ്ങനെ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പറ. ഞാൻ ശാർക്കരയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഒരാൾക്ക് വരാൻ അവസരമുണ്ട്. ആര് വരും കൂടെ? രണ്ടുപേരും വരണ. ഒരാൾക്ക് വരാനേ അവസരമുള്ളൂ. എന്നാ പിന്നെ തർക്കം വേണ്ട, ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകും. എനിക്കൊരു 2 മിനിറ്റ് തരുമോ ആലോചിക്കാൻ? എന്നെ നോക്ക് മക്കളെ, 2 മിനിറ്റ് തരൂ. നമുക്ക് ട്രെയിനിൽ പോണോ അതാ ബസ്സിൽ പോണോ അതാ കാറിൽ പോണോ? கேசு டேய் எங்கடா இப்படி பதுங்கி பதுங்கி போற? கேசு உங்ககிட்ட தாண்டா கேக்குறேன், என்னடா? കനകാന്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. കനകാന്റി എന്തൊരു കനകാന്റി പറയണേ? நான் பார்த்தேனே நீ பதுங்கி பதுங்கி போறது. எங்க போற நீ? ഞാൻ എங்கே പോയൊന്നുമില്ല. പിന്നെ ഇപ്പൊ കനകാന്റി പറയണ കേട്ടാ തോന്നും ഞാൻ പിള്ളേരെ കൂട്ടാതെ വേറെ എവിടെയും പോയതാന്ന് പിള്ളേര് തെറ്റിദ്ധരിച്ചാലേ. അത് അങ്ങനെ തന്നെയല്ലോ. അല്ലെങ്കിൽ നീ എന്തിനാണ് പിള്ളേരെ കൂട്ടാതെ പോകാൻ നോക്കിയത്? ഞാൻ അവിടെ പോവാൻ നോക്കിയെന്ന്. നീ എന്തിനു പിള്ളേരെ കൂട്ടാതെ കല്യാണത്തിന് പോകാൻ നോക്കിയത്? എന്നാലും വളരെ മോശമായി പോയി കേശു. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്മായി കൂടുതൽ നമ്പർ ഇറക്കല്ലേ. അമ്മായി എന്നെ പിടിച്ചു നിർത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്താന്ന്. ദൈവമേ പറയണ കേട്ടാ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? എന്റെ കേശു, നീ കല്യാണത്തിന് പോന്നെങ്കിൽ കൊച്ചുങ്ങളെ കൂടെ കൊണ്ടുപോ. നിന്റെ അടവൊന്നും കാണിക്കല്ലേ. അത് തന്നെ ഞാനും പറയണേ, കൊണ്ടുപോയിക്കൂടെ എന്നാടാ? ഗൗരി, മിണ്ടാതെ നിന്നോണം. നിന്റെ സംസാരം കേട്ടാലറിയാം നീ അവനെ സപ്പോർട്ട് ചെയ്യുവാന്ന്. ஓஹோ கேசு, அப்ப நீங்க இவங்க எல்லாம் தெரியாம போறதுக்கு தான் பிளான் பண்ணல. நான் கூப்பிடாம இருந்தா நீ அப்படியே போயிருப்ப, அப்படித்தானே? ഇത്ര ആയ സ്ഥിതിക്ക് ഇനി വിടുന്നില്ല. ചേട്ടൻ പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്, പോകുന്നില്ലെങ്കിൽ ഞാനും കൂടെ വരത്തില്ല. ഇല്ലടി, ഞാൻ ഇങ്ങോട്ടും പോണില്ല. ഞാൻ ഇവിടെ കിടക്കാൻ പോണി. ഞാൻ കിടക്കാം. ചേട്ടനൊന്ന് വന്നേ. എല്ലാം കൊണ്ടുപോടേ. അല്ലമ്മ, എന്നാലും ഈ കേശുന്റെ കാര്യമല്ലേ, പിള്ളേരെ കൊണ്ട് കൂടെയായിരുന്നു അവന്. വേണ്ടേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മിണ്ടാതിരുന്നോണം കേട്ടാ. കുട്ടിക്കുരുപ്പോട് കാരണം വീട്ടിൽ നിന്ന് ഒരിക്കലും സ്വസ്ഥമായിട്ടൊരു കല്യാണത്തിന് പോവാൻ സമ്മതിക്കില്ല. ഇല്ലടി, ഫ്രണ്ടിൽ കൂടെ ഇറങ്ങില്ല. ഞാൻ ഇനി ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം നിനക്കൊക്കെ. അവളെന്തൊരു പറഞ്ഞു? ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് അവളും പഠിക്കണേന്ന്. ഞാൻ സീനിയർ ആണെന്നുള്ള കാര്യം അവള് മറന്നു. അടി വാ, എന്നോടാണ് അതിൻ്റെ ഒക്കെ കളി. ഒരു കല്യാണത്തിന് പോണെങ്കിൽ എന്തൊക്കെ പാടുപെടണോ മനുഷ്യൻ. ഈ ക്ഷീണമെല്ലാം കൂടെ അവിടെ ചെന്ന് സദ്യ കഴിച്ച് വേണം തീർക്കാൻ. ഒരു പിടിക്ക് ഒഴിക്കോ നിങ്ങൾ കാരണം. പൂട്ടിയാടാ, പൂട്ടിട്ട്
എനിക്ക് വയ്യ. ഇതിപ്പോ ഞാൻ എങ്ങനെ ഇത് ചാടും? ഒരുമാതിരി വീഡിയോ ഗെയിമിൽ പോലും കാണൂലല്ലോ എത്രയും ടാസ്ക്. നീതി ആടണ മോശം. നീയാണോ? നീയൊക്കെ മതിലാടി വന്നാടി. ഞാൻ ഇവിടെ ആരും വെള്ളം വെച്ചേ? ആരും വെള്ളം വെച്ചില്ല. ആരും വെച്ചില്ലേ? ഇവിടെ ആരോ സൗണ്ട് ഉണ്ടാക്കുന്ന ഞാൻ കേട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇടയ്ക്ക് മറ്റേ പയ്യന്മാരെ മീൻ പിടിക്കാനൊക്കെ വരുമല്ലോ മക്കളെ. അപ്പൊ അങ്ങനെ വല്ലോ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നതാണ്. ശരി, എന്നാ പിന്നെ മക്കള് പൊക്കോടാ. നിങ്ങൾ പോക്കോ, നിങ്ങൾ വീട്ടിൽ പോക്കോ. ചേട്ടനും കൂടെ വാ. ഞാൻ വരാടാ. ഞാൻ വന്ന വഴിയാണ് ഞാൻ തിരിച്ചു വരാം. എന്തിനാട്ടാ റിക്സ് എടുക്കുന്നത്? റിസ്ക്? ഇത് റിക്സാ? റിക്സ് അല്ലടി, ഹോളോ റിക്സ്. വീട്ടിൽ കയറി പോടി. ചേട്ടൻ കൂടെ കൂടെ വാ. ചേട്ടൻ കൂടെ എങ്ങോട്ട് വരായി? ചേട്ടൻ കൂടെ ഞങ്ങളുടെ കൂടെ വാ. നീ വീട്ടിൽ പോ. ഇവിടെ മൊത്തം വരെ വിശപ്പാമ്പൊക്കെ ഉള്ളതാണ്. ചിലപ്പോ കൊത്തു. പോ വീട്ടിൽ പോ, വീട്ടിൽ പോ. വിശപ്പാമ്പൊന്നും ഇല്ല. ഇടി ഇവിടെ ഉണ്ടായിരുന്നതാണ് വിശപ്പാമ്പ്. ഇവിടെ വലിയ മഞ്ഞ ചേരയുണ്ട്. മഞ്ഞച്ചേര? ആടി, മഞ്ഞച്ചേര കൂട്ടിയിട്ട് അതിന് പാലും പഴവും കൊടുത്ത് വളർത്തടി. വളർത്തു നീ. ചേട്ടാ വാ. എങ്ങോട്ട് പോവാ? എങ്ങോട്ട്? വീട്ടിലോട്ട്. വീട്ടിലോട്ട്? വീട്ടിലോട്ടല്ലേ? പോവാ, വീട്ടിലോട്ട് പോവാ. മക്കള് ചെല്ലടാ. മക്കളെ വീട്ടിൽ ചെല്ലുന്നു. ചേട്ടൻ വരും. கல்லு எனக்கு வய்யினி. ஓ என்ன பாரு கல்லு, எவ்வளவு வாட்டி கூப்பிட்ட, இங்க வந்து நிக்கிறீங்களா? ഓഹോ, അപ്പൊ കനകാന്തിയാണല്ലേ നിങ്ങളെ കൂട്ടിയും തുറന്നു വിട്ട്? நீதான் இவங்களை இங்க கூட்டிட்டு வந்தியா? പിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നേണ്. என்ன பாரு கல்லு, இங்கெல்லாம் பாம்பு இருக்கு தெரியும்ல? അയ്യോ, പാമ്പാണ് നിങ്ങളെ കണ്ട് പേടിക്കേണ്ടത്. നിങ്ങളെ മറ്റേ പാമ്പിനായിട്ട് വളർത്തണമെന്ന് പറഞ്ഞ ടീമാണ് തോന്നാൻ നിക്കണത്. வா வீட்ல போலாம் வாங்க. അത് തന്നെ, പോങ്ക. ചേട്ടൻ അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിടണ്ട. ചേട്ടനും കൂടെ വാ. ഞാനൊന്നും ഇല്ല, പോച്ചേ. വാ ഏട്ടാ. ശരി, ഞാൻ വരാന്നല്ലേ നിന്നോട് പറഞ്ഞേ. ഞാൻ തോന്നി ഇതുവരെ എല്ലാരും കൂടെ ഇവിടെ വന്ന് നിൽക്കുക ഇല്ലയോ? പാറു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ കൊച്ചിനെ വിളിച്ചോണ്ടെങ്കിൽ ഇറങ്ങി നടക്കരുതെന്ന്? ഒക്കെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന്? പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാന്നോ കൊച്ചിനെ വിളിച്ചോണ്ട് ഇറങ്ങി നടക്കുന്നേ? കേശവനെ വിളിച്ചിട്ടാ ഞങ്ങൾ വന്നേ. എടാ, നീ എന്തിനാ പിള്ളേരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ മറ്റേ കനാനെന്തിനു വന്നേ? நான் பிள்ளைங்களை பார்த்து வந்தேம்மா. ഞാനും പിള്ളേങ്ങളെ പാത്ത് വന്നേ അമ്മൂമ്മ. ഞാൻ ചേട്ടനെ പാത്തു വന്നേ. അയ്യോ, ഇതെന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല അമ്മൂമ്മ, പിള്ളേര് ഇതുവഴി വന്ന്. അപ്പൊ ഞാൻ അതുവഴി വന്നപ്പോ ഇവരെ ഇതുവഴി കണ്ട്. അപ്പൊ ഞാൻ ഇതുവഴി വിട്ടിട്ട് ഞാൻ അതുവഴി അങ്ങ് പോണ്. പോട്ടാ. പിള്ളേർ ഒറ്റയ്ക്കാന്ന് വന്നേ? നീ എന്തോടാ കണ്ണും കവളും ഒക്കെ കാണിക്കുന്നേ? കല്യാണത്തിന് പോയിട്ട് അതായിരുന്നോ കാര്യം? എന്നാ പിന്നെ കല്യാണത്തിന് പോകാൻ നിനക്കൊക്കെ പറഞ്ഞാ പോരെ? നീ ഇങ്ങനെ കണ്ണും കവളും ഒക്കെ കാണിക്കുന്നേ? கேசு, இந்த வழி തൃപ്പൂണിത്തറ போக முடியுமா? പറ്റും. തൈ മതിൽ ചാടിക്കഴിഞ്ഞാ അവിടെ നല്ല വലിയൊരു വള്ളമുണ്ട്. വള്ളത്തിൽ കയറി പോവാ. തോടാണല്ലോ. നേരെ ചെന്നോട്ട് ഇറങ്ങി കൊടുക്കും തൃപ്പൂണിത്തറ ജംഗ്ഷനില്. அங்க வள்ளக்காரനെല്ലാം இருக்குமா? രണ്ടുപേര് ഇരിപ്പുണ്ട്, രണ്ടുപേര്. അവരിങ്ങനെ തുഴഞ്ഞുഴഞ്ഞു കൊണ്ടുപോകും. അയ്യോ, തിരിച്ചു പോകും. നീ അങ്ങോട്ടോട്ട് പോവാ. ഞാൻ പോവാ. എനിക്ക് വയ്യ. എനിക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോണില്ലേ? ഞങ്ങള് പോക്കളാം, നീ ഇങ്ങോട്ട് താഴോട്ടിറങ്ങ്. ഇല്ല, ഇറങ്ങൂല. അമ്മൂമ്മ പോ. ഇങ്ങോട്ട് വരാ. മക്കള് വാടാ. മക്കള് വാ. മക്കള് വാ. ഇതുങ്ങളെ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. ഇറങ്ങി വാ പതുക്കെ. എങ്ങനെ ഇറങ്ങും? എന്നോട് ആര് പറഞ്ഞു അവിടെ കേറാൻ? ചേട്ടാ പെട്ടെന്ന് ഇറങ്ങിയാ, നമുക്ക് ഒരുമിച്ച് കല്യാണത്തിന് പോവാ.
പറയടാ. പൊന്നളിയ ഇതുവരെയായിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല. എടാ റെഡിയായിട്ട് നിക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. ഞാൻ പറഞ്ഞില്ലേ മറ്റേ 2 കുരിപ്പുകളുണ്ടെന്ന്. എടാ സമ്മതിക്കണില്ലടാ. എടാ ഞാൻ കഷ്ടപ്പെട്ട് ബാക്കിലത്തെ ആ മതില് ചാടി, അത് കഴിഞ്ഞ് ഏവനെടുത്ത് അവിടുത്തെ ഗേറ്റ് പൂട്ടിയിട്ടിരുന്നു. അതും കഷ്ടപ്പെട്ട് ചാടി അവിടെ ചെന്നപ്പോ അവിടെ വന്ന് നിക്കണ കുടുംബത്തോടെ. ശരി ഞാൻ നോക്കാം. ആ ഇറങ്ങാം. അവന്റെ അടുത്ത് ഞാൻ വന്നില്ലേലും കെട്ടാൻ പറ. ഇല്ല പിന്നെ ആ വരും. ശരി. മരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാരതി നടുവിൽ ഞാൻ. ഈ നരകത്തീ നിന്നെ കരകേറ്റിടണേ തിരുവൈക്കം വാഴും ഭഗവാനേ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭു ശംഭു ശിവശംഭു ശംഭു ശിവശംഭു ശംഭു ശിവശംഭു. എങ്ങോട്ടാ ഒരുങ്ങി കെട്ടി രണ്ടുപേരും കൂടെ? ചേട്ടൻ പോന്ന കല്യാണത്തിന്. ഞാൻ പോണേ കല്യാണത്തിന്. ആര് കൊണ്ടുപോവാന്ന് പറഞ്ഞ്? ചേട്ടാ ചേട്ടൻ ഇനി നമ്പർ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ചേട്ടൻ ഞങ്ങളെ 2 പേരും കൊണ്ടുപോയിട്ട് വരൂ. ഉറപ്പിച്ചാണോ? കൊണ്ടുപോയേ പറ്റത്തുള്ളോ? അടിച്ചു പൊളിക്കല്ലേടി, അടിച്ചു പൊളിക്കാടി. ശരിയാക്കി തരാം. നിങ്ങക്ക് ഈയിടെയായിട്ട് എവിടെങ്കിലും ഒരു മനുഷ്യൻ പോവാൻ ഇറങ്ങുമ്പോ കൂടെ ഇറങ്ങണ പരിപാടിയുണ്ട്. എനിക്ക് വരെ അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല കേട്ടാ. ഇനി ഇതേപോലെ ഇറങ്ങിയ എന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ മേടിക്കും. എന്ത് മേടിക്കുന്നാടി? എന്ത് മേടിക്കുന്നല്ലേ? വരെ നിനക്കൊന്നും പേടിയില്ലാതായി പോയി. ഇന്ന് ഇവിടെ ഒരു കമ്പ് ഒളിച്ചിട്ട് എന്നെ ബൈക്കാരി നില്ലടി അവിടെ. ഓടല് പേടിച്ചോടൽ. ഓടിയില്ലേ കൊച്ചുങ്ങൾ എന്താ ചെയ്യാൻ പോവാ? കൊച്ചിനെ അടിക്കുന്നോ? എന്തിനാ കൊച്ചുങ്ങളെ അടിക്കാൻ തുടങ്ങിയ? അടിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ അടിക്കുമെന്ന് തോന്നണുണ്ടോ? അടിച്ചാ ഞാൻ ബാക്കി കാണൂ. അതറിയാലോ. അറിയാം. കേശുവേ നിന്റെ വിരട്ടലൊന്നും ഇവിടെ നടക്കൂല. പിള്ളേരെയും കൊണ്ട് പോവാൻ നോക്ക് നീ. അമ്മായി എടാ ഇത്രേ ഒളിച്ചുകളി നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? கேசு அப்ப கல்யாணத்துக்கு போறதுக்கா இவ்ளோ ட்ரை பண்ண? അമ്മ തായ ദേവി താങ്കാതപ്പാ. എടാ കൊച്ചുങ്ങളെയും കൂടെ കല്യാണത്തിന് കൊണ്ടുപോകാൻ നോക്ക്. എത്ര നേരം എടാ തുങ്ങൾ പുറകെ നടക്കുന്നു? ചേട്ടാ സമയം വൈകി. കാറ് വിളിച്ചു പോവാ. കാറാ? പിന്നെ കാറ് കാറ് വിളിച്ച് പോടാ മക്കളെ. കാറ് വിളിച്ച് പോണം അമ്മൂമ്മ പിള്ളേരെ കൊണ്ട്. കാശില്ല. ഞാൻ ഇവിടുന്ന് നടന്നു പോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിള്ളേരുള്ളപ്പോ കാറെങ്കിലും വിളിക്കായിരുന്ന മോശമല്ലേ അമ്മായി? അപ്പൊ കാശാണ് നിന്റെ പ്രശ്നം. എടാ എന്തിനു നീ പേടിക്കണം? അമ്മ നിക്കല്ലേ, എടുത്തുകൂടാ അമ്മ കോടിന്ന്. എത്ര രൂപ? അമ്മ ഒരു 2000 രൂപ ഇരുന്നാ പോതും. 2000 രൂപ കൊടുക്കാൻ എവിടുന്നാ? അമ്മരായിന്ന് വേറെ എവിടെ എടുത്തുകൂടമ്മ. തന്നാ ഞങ്ങള് കാറിന് പോകും 2000 രൂപ. പിന്നെ ഒരു കാര്യമുണ്ട് അമ്മൂമ്മ, ഇപ്പൊ തന്നാ 2000 രൂപ. 2500 സമയമില്ല. ഇനി ഓരോ മിനിറ്റ് പോകുന്നവർ ഈ കാർ പിടിക്കുന്നതിന്റെ ഫണ്ട് കൂടും. 5000, 5500, 6000 വരെ പോകും. ഫുള്ള് ബ്ലോക്ക് അല്ലേ അമ്മൂമ്മ? എത്തണ്ടേ? അതെ കൊടു പെട്ടെന്ന് കൊടു. പിള്ളേരെ കൊണ്ട് പോണ്ടേ? 5 മിനിറ്റ് ഇപ്പൊ 5 മിനിറ്റ് ഇപ്പൊ 500 കയറും. കൊടുങ്ങമ്മ മുമ്മ പൈസയുടെ മുമ്മ സമയം പോണ മുമ്മ പോണ്ടേ? എന്റെ പൈസ ഒന്നുമില്ല. ഉറപ്പാണോ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കും. മക്കളെ ചേട്ടൻ പോയിട്ട് സദ്യ കഴിച്ചിട്ട് വരാം കേട്ടാ.
നിനക്ക് ആരുടെ കല്യാണത്തിനാ പോകുന്നതെന്നറിയൂ? അതായാലും എനിക്കെന്താ ചേട്ടാ, ഓ വാ പെട്ടെന്ന് വാ, മുഹൂർത്തം തെറ്റി. പിന്നെ ചാച്ചാ. കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് സന്തോഷത്തിലാവും പോന്നേ നോക്കി. അതെ അതെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.